ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണിയെ കൊല്ലാൻ വേണ്ടി സരയു ഏർപ്പാടാക്കുന്ന എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു പോവുകയാണ്. ആദ്യം സ്വന്തം അച്ഛനെ ഏർപ്പാടാക്കി, അത് അച്ഛന് തന്നെ മരണം സംഭവിച്ചു. അതുപോലെ തന്നെ വിക്രത്തിനെ ഏർപ്പാടാക്കിയപ്പോൾ വിക്രത്തിനും മരണം സംഭവിച്ചു. പിന്നെ അടുത്തത് ശാരിയായിരുന്നു. അങ്ങനെ ശാരിക്കും ഇപ്പൊ കുത്തേറ്റ് ആശുപത്രിയിലാണ്. എന്തായാലും ശാരിയുടെ നില എന്തായാലും ഭേദപ്പെട്ട് വരികയാണ്. അവൾക്ക് ഓർമ്മയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ മകളെ സരയുവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. സരയുവിനോട് പറയുന്നുണ്ട്, മോള് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുത്തേറ്റത്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് എന്തായാലും മോള് ആണ് ഇതിന്റെ പുറകിലെന്ന് ഒരാളും അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് നിലനിൽപ്പുണ്ടാവില്ല കേട്ടോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും സരയു അടുത്ത പണി നോക്കാൻ തുടങ്ങുകയാണ്. സരയു ആണെങ്കിൽ വീണ്ടും ഗുണ്ടകളെ കാണുന്നുണ്ട്. ഗുണ്ടകൾക്ക് പൈസ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എത്രയും വേഗം തന്നെ അവളെ കൊല്ലണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് അവസാനത്തെയാണ്, ഇത് ഇനി മേലാൽ ഇതിൽ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഇല്ല എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനെ കാണാൻ മക്കൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പ്രകാശന് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്തായാലും പ്രകാശനോട് കാര്യങ്ങളൊക്കെ പ്രകാശൻ അറിയുകയാണ്. ഏത് നമ്മുടെ കല്യാണിക്ക് അതായത് ശാരി കുത്തേറ്റ് ഇപ്പൊ ആശുപത്രിയിലാണ് എന്ന ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് കല്യാണിക്ക് ഇനിയിപ്പോൾ വേറെ ശത്രുക്കളൊന്നുമില്ല, തൻ്റെ മക്കൾ സുരക്ഷിതമായി അവിടെ പുറത്തുണ്ടാകും എന്നൊരൊറ്റ വിശ്വാസത്തിലാണ് പ്രകാശനകത്ത് കഴിയുന്നത്. അത് സന്തോഷത്തോടു കൂടി തന്നെ ആയൊരു ശിക്ഷ ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും കല്യാണിയുടെ ശത്രുക്കൾ ഒഴിഞ്ഞിട്ടില്ല, ഇനിയും പ്രശ്നങ്ങൾ പുറത്ത് നടക്കുന്നുണ്ടെന്നറിഞ്ഞ് പ്രകാശന് ആകെ വിഷമമാവുകയാണ്. പ്രകാശൻ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയണം, അച്ഛൻ ഇതിൻ്റെ അകത്തായിപ്പോയല്ലോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവർ പോവുകയാണ്. അതേ സമയത്ത് പ്രകാശനാണെങ്കിൽ നമ്മുടെ മനോഹറിന്റെ അരികിലേക്ക് വന്നിട്ട് മനോഹറിനോട് പറയുന്നുണ്ട്, എടാ ശത്രുക്കള് ഇനിയും ഉണ്ടടാ എൻ്റെ മോൾക്ക്. അവള് എൻ്റെ മോനെ ഞാൻ കൊന്നത് എന്തിനാണെന്ന് നിനക്കറിയാലോ, എൻ്റെ മക്കളെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് അത് ശല്യമില്ലാതെ ജീവിക്കാൻ. പക്ഷെ ഇപ്പോഴും ശത്രുക്കളുണ്ട്. നമ്മൾ ഇവിടെ കിടക്കുന്നത് നമ്മൾ തിരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ, വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളെ കാണാനും നമുക്ക് സന്തോഷം നൽകുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലടാ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുള്ളൂ. അങ്ങനെ തന്നെയല്ലേ നിന്റെ കാര്യവും. പക്ഷേ അവിടെ പുറത്തുള്ളവർക്ക് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ജീവിക്കുന്നതിൽ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും കിരൺ ആണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ പ്രകാശനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നവീൻ വക്കീലിനെ ഏർപ്പാടാക്കി നവീൻ വക്കീൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പ്രകാശൻ കോടതിയിൽ പറയുകയും അങ്ങനെ പ്രകാശനെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യുകയാണ്. പ്രകാശന് വലിയ സമാധാനം ആവുകയാണ്. സ്വന്തം പെൺമക്കളുടെ കൂടെ ഉണ്ടല്ലോ, ഇനി എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ തടുക്കാൻ താനിക്ക് പറ്റുമല്ലോ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ മനോഹർ ആണെങ്കിൽ കുഞ്ഞിനെ കാണണമെന്ന് വീണ്ടും കല്യാണിയോട് ആവശ്യപ്പെടുന്ന പ്രകാരം കല്യാണി കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. അങ്ങനെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മനോഹറിന്. അങ്ങനെ ആ സമയത്ത് മനോഹർ ഒരുപാട് സന്തോഷമാവുകയാണ്. പക്ഷെ ഇതറിയുന്ന സരയുവിന് ഭയങ്കര ദേഷ്യം വരികയാണ്. അവൾ എൻ്റെ കുഞ്ഞിനെ കാണിക്കാൻ പോയിരിക്കുകയാണ്. എന്തായാലും പുറത്ത് അവരോട് നല്ല സ്നേഹത്തിൽ കൊണ്ടുപോയത് നന്നായി എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ഇവളെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു നോക്കുന്നത്. എന്തായാലും സരയു പൈസ കൊടുത്ത് വീണ്ടും ഗുണ്ടകളെ തയ്യാറാക്കുന്നുണ്ടെങ്കിലും ആ ഗുണ്ടകൾക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും കല്യാണി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. അതേ സമയത്താണെങ്കിൽ താരയുടെ അരികിലേക്ക് കല്യാണി വരികയാണ്. അപ്പൊ വീണ്ടും താരയാന്റിയുടെ മനസ്സറിയാൻ വേണ്ടി അവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്തും അവള് മറുപടി ഒന്നും പറയുന്നില്ല. അവള് വീണ്ടും ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കല്യാണിക്ക്. അങ്ങനെ സരയു ആണെങ്കിലും അത് അവൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ജ്യൂസിൽ വല്ല വിഷവും കലർത്തി തന്നെ. പക്ഷെ താര നല്ല ശുദ്ധമായിട്ട് തന്നെയാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കുടിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട്, ആന്റിക്ക് എന്താ പറ്റിയത്, ആന്റിക്ക് വിഷമമുണ്ടെങ്കിൽ പറയും എന്നൊക്കെ ഇങ്ങനെ വീണ്ടും പറയും. ഇല്ല മോളെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സരയുവിനെ പേടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതേ സമയത്താണെങ്കിൽ ഈ പറയുന്ന സരയു വീണ്ടും കല്യാണിയോട് അടുക്കുകയാണ്. കല്യാണിയുടെ അസുഖമൊക്കെ ഏകദേശം ഭേദമായി. അവള് കമ്പനിയിലോട്ട് വന്നു തുടങ്ങി. അവള് കമ്പനി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ആ സമയത്ത് കല്യാണിക്ക് സൈറ്റിൽ പോകണം. അപ്പോൾ എല്ലാ പ്ലാനുകളും തകിടം മറിഞ്ഞു നിൽക്കുന്ന സരയു ആണെങ്കിൽ ഇതൊരു അവസരമാക്കി എടുക്കുകയാണ്. അങ്ങനെ സൈറ്റിലോട്ട് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ്
സരയു കല്യാണിക്കൊപ്പം തന്നെ കൂടുകയാണ്. കല്യാണിക്ക് യാതൊരു സംശയവും തോന്നുന്നില്ല. അങ്ങനെ ആ സമയത്താണെങ്കിൽ സരയും കല്യാണിയും കൂടിയിട്ട് സൈറ്റിലോട്ട് പോവാണ്. ഇതുപോലെ തന്നെ ഏറ്റവും മുകളിലോട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലോട്ട് ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ കല്യാണിയാണെങ്കിൽ സരയുവിനോട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. കൈവിരലൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഇന്ന സ്ഥലമാണ്, ഇവിടെ ഇതുപോലെ ചെയ്യണം, ഇവിടെ അതുപോലെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. സരയു ആണെങ്കിൽ മനസ്സിൽ പക വെച്ചിട്ട് അവളെങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കിയിട്ട് അവളുടെ പുറകെയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ അറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കാനുണ്ട് നമ്മുടെ കല്യാണി. അപ്പൊ അവള് തൊട്ട് പുറകിൽ സരയു വന്നിട്ട് സരയു അവളെ തള്ളിയിടാനായിട്ട് ആ ഒരു തരി ഭാഗമുള്ള അപ്പൊ തള്ളിയിട്ടാൽ നേരെ തീരും, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തള്ളിയിടാൻ വേണ്ടി അവൾ അങ്ങനെ കല്യാണിയുടെ ദേഹത്ത് വെക്കുകയാണ്. പക്ഷെ കല്യാണി എന്തായാലും അപ്പോഴേക്കും തിരിഞ്ഞു നോക്കും. അപ്പൊ കല്യാണിയെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെ അതിനുശേഷം വീണ്ടും സരയു പരാജയപ്പെട്ടു പോവുകയാണ്. പക്ഷേ എല്ലാ പരാജയങ്ങളും ഒടുവിൽ അവള് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെ എങ്ങനെയും ഇവൾക്ക് ഭയങ്കര ദൈവഭാഗ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് എത്ര പ്രാവശ്യം താൻ ശ്രമിച്ചു അവളെ കൊല്ലാൻ വേണ്ടിയിട്ട്, എന്നിട്ട് എന്താ പറ്റാത്ത എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കിരൺ ആണെങ്കിൽ കിരണും ചന്ദ്രസേന നല്ല സംശയമുണ്ട്. എന്തുകൊണ്ട് താര ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കും, താരയുടെ മനസ്സിൽ എന്താണ്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അവളുടെ മനസ്സിലാക്കി അവളോട് കാര്യങ്ങളൊക്കെ വ്യക്തമായി ചോദിക്കുകയാണ്. പക്ഷേ സരയുവിന് അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോഴേക്കും കിരൺ സത്യങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട്. താര തന്നെ വന്ന് അവളോട് ക്ഷമ പറയുകയാണ്. എന്നിട്ട് എല്ലാ സത്യങ്ങളും താര അറിയിക്കുകയാണ്. അപ്പൊ അത് കേൾക്കുന്ന കിരണ് വിഷമമാകാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാളും ആന്റി ഞങ്ങളിൽ നിന്ന് അത് മറച്ചു വെച്ചില്ല, ഇത്രയും അപകടങ്ങളോട് ഉണ്ടായിട്ട് പോലും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കുറ്റപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സരയുവിനെ ഇനി അവൾ അറിയാതെ തന്നെ അവളെ വിശ്വസിച്ചുകൊണ്ട് തന്നെ അവളുടെ ഓരോ നീക്കവും മനസ്സിലാക്കാനും അത് അവളൊരു അപകടകാരിയാണെന്ന് പെട്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ കൂടുതൽ അപകടം സൃഷ്ടിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടും സരയുവിന്റെ താളത്തിനൊത്ത് നടക്കുകയാണ് കിരണും മറ്റുള്ളവരും ഒക്കെ. അങ്ങനെ അതിനുശേഷം നമ്മുടെ സരയുവിനെ എല്ലാവരും ചേർന്ന് തല്ലുകയാണ്. അപ്പോൾ ഈ പറയുന്ന രൂപ തല്ലുന്നുണ്ട്. അതുപോലെ തന്നെ കിരൺ അവളും കല്യാണിയും എല്ലാ കാര്യങ്ങളും എണ്ണി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് എന്തിൽ കുറവായിരുന്നടേ, നീ ജീവിതത്തില് എൻ്റെ മോനെ തള്ളിക്കളഞ്ഞത് നീ തന്നെയാണ് എന്ന് നമ്മുടെ രൂപ സരയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എൻ്റെ മോന് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ അവൾക്കത് സഹിക്കുന്നില്ല. നീ നിന്റെ ഇഷ്ടപ്രകാരം നിന്റെ അച്ഛന്റെ ഇഷ്ടപ്രകാരമല്ല ഒരുത്തനെ കണ്ടെത്തിയത്. ഇപ്പോൾ അവൻ വരെ നന്നായിട്ടും നിന്റെ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല ഇതിലെന്ന് പറഞ്ഞ തലങ്ങും വിലങ്ങൊക്കെ തല്ലുന്നുണ്ട്. എന്തായാലും അധികം അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവളെ ഉടനെ തന്നെ പോലീസിന് കൈമാറുകയും ചെയ്യുകയാണ്. ഇനി അവൾ അവിടെ കിടക്കട്ടെ എന്ന് പറയുകയാണ്. സരയു ആണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ആവുന്നതായാലും സരയുവിന്റെ കളികൾ അവസാനിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.